തെന്നിന്ത്യൻ സൂപ്പർതാരം അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 റിലീസിനിടെ ഹൈദരാബാദിലെ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിക്കുന്ന സാഹചര്യമുണ്ടായ സംഭവത്തിലാണിപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുഷ്പ 2 റിലീസിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. അതിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണിപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ് പോലീസാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളെ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പുഷ്പ 2 റിലീസിനിടെയായിരുന്നു ഇത്തരത്തിൽ അതിദാരുണമായൊരു സംഭവം ഉണ്ടായത്. ആദ്യ ദിനം തന്നെയാണ് ഇത്തരത്തിൽ പുഷ്പ 2 റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെയാണ് ഇത്തരത്തിൽ സിനിമ കാണാനെത്തിയ ഒരു സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ് പോലീസാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മുൻപോട്ടുള്ള നടപടികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ലഭ്യമാകും എന്നുള്ളതാണ് കരുതുന്നത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചായിരുന്നു അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലിയ വിവാദമായ സംഭവമായിരുന്നു. പ്രദർശനത്തിന്റെ ആദ്യ ദിനം തന്നെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുന്ന അതീവ ദാരുണമായ സംഭവമാണ് അന്നുണ്ടായത്. വിശദാംശങ്ങളുമായി ഷബ്ന സിയാദുണ്ട്. ഷബ്ന, അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് തുടർ നടപടികൾ? ആതിര, പുഷ്പ 2 സ്ക്രീനിങ്ങിനിടെ സ്ത്രീ മരിച്ച കേസിൽ പ്രതി ചേർത്തതിനെതിരെ അല്ലു അർജുൻ കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ അല്ലു അർജുനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തിയേറ്റർ ഉടമ ഉൾപ്പെടെയുള്ള 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുകയും ചെയ്തിരുന്നു. അല്ലു അർജുൻ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു. ഈ കേസിൽ തന്നെ പ്രതി ചേർത്തത് ഒഴിവാക്കണം, തനിക്ക് ഈ കേസിൽ പങ്കില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് ഏതായാലും ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അറസ്റ്റ്. വീട്ടിൽ നിന്നാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സന്ധ്യ തിയേറ്ററിൽ ഒരുക്കിയ പ്രത്യേക ഷോ കഴിഞ്ഞിറങ്ങവെയാണ് രേവതി എന്ന 39-കാരി ശ്വാസം മുട്ടി മരിച്ചത്. ഇവരുടെ 2 മക്കൾക്കും പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ. അതേ തുടർന്നാണ് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ തിയേറ്റർ ഉടമ ഉൾപ്പെടെയുള്ളവരെ ആദ്യം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ അല്ലു അർജുന്റെ കാര്യത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല, പിന്നീടാണ് പ്രതി ചേർത്തത്. അതിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഏതായാലും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഷബ്ന, മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും ഷബ്ന? ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ?
അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിയെ സാധാരണ നിലയിൽ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുക. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഒരു പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. അല്ലെങ്കിൽ സാധാരണ നിലയിൽ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന കേസായി ആണ് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിന്റെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരിക്കും സംഭവിക്കുക. ശബന, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ? ഈ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിച്ചില്ല. എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ? അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ അല്ലു അർജുൻ സമീപിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. മുൻകൂർ ജാമ്യത്തിന് പകരം എഫ്ഐആർ റദ്ദാക്കണം എന്നായിരുന്നു ആവശ്യം. അത്തരത്തിൽ എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഈ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരിക്കും ഇനി നടക്കുക. ഏതായാലും മുൻകൂർ ജാമ്യത്തിനായിരുന്നില്ല അല്ലു അർജുൻ ശ്രമിച്ചിരുന്നത്. എഫ്ഐആർ റദ്ദാക്കണം എന്നായിരുന്നു. ഈ കേസ് തന്നെ റദ്ദാക്കണം, തനിക്കിതിൽ പങ്കില്ല എന്നതായിരുന്നു. ഇതിനു മുൻപ് തന്നെ നേരത്തെ തിയേറ്റർ ഉടമ ഉൾപ്പെടെയുള്ള 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അല്ലു അർജുന്റെ അറസ്റ്റിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. ഈ അല്ലു അർജുനെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണ്? ഈ പ്രതി ചേർത്തിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ്, അല്ലെങ്കിൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഈ തിയേറ്റർ ഉടമയ്ക്ക് ഉൾപ്പെടെയുള്ള കേസ് അത്തരത്തിലാണ്. സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതിരുന്ന് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകാതിരുന്നു തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഈ തിയേറ്റർ ഉടമ ഉൾപ്പെടെയുള്ളവർക്ക് ചുമത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ കുറ്റങ്ങൾ തന്നെയായിരുന്നു അല്ലു അർജുനെതിരെയും ചുമത്തുകയും അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തത്. ഏതായാലും അല്ലു അർജുൻ ഇത്തരത്തിലൊരു നീക്കം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം മുൻകൂർ ജാമ്യത്തിനായിരുന്നില്ല കോടതിയെ സമീപിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇനിയിപ്പോൾ അറസ്റ്റ് ആണോ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണോ അതോ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തതാണോ എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഈ പുഷ്പ റിലീസ് ദിനത്തിൽ ഈ സ്ത്രീ മരിച്ച സംഭവവുമായിട്ടാണ് ഇപ്പോൾ ഈ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുഷ്പ 2-ന്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ടൊരു സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അല്ലു അർജുനെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർത്തിരുന്നു. എഫ്ഐആർ റദ്ദാക്കണം, തനിക്കതുമായി യാതൊരു പങ്കുമില്ല എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അല്ലു അർജുൻ കോടതിയെ സമീപിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ശബന, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശബന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പുഷ്പ 2 റിലീസിനിടെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപകടം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ഉടമ സന്ദീപ്, സീനിയർ മാനേജർ നാഗരാജു, മാനേജർ വിജയ് ചന്ദ്ര എന്നിവരെയായിരുന്നു ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ചെയ്തത്. കാരണം റിമാൻഡ് ചെയ്യുകയും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. എന്നാൽ അല്ലു അർജുന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ്, ഇതേ വകുപ്പുകൾ തന്നെയാണോ ചുമത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇതേ വകുപ്പുകൾ തന്നെയാണ്, അതായത് ഈ തിയേറ്റർ ഉടമകൾക്ക് എതിരെയുള്ള വകുപ്പുകൾ തന്നെയാണെങ്കിൽ അതിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്ത് വിടേണ്ട സാഹചര്യം വരും. അതല്ല മറ്റു വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എങ്കിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരിക്കും. തിയേറ്റർ മാനേജ്മെന്റിൽ നിന്നുണ്ടായ അശ്രദ്ധയാണ് ദുരന്തത്തിന് കാരണം എന്നാണ് പോലീസിന്റെ കേസ്. അതോടൊപ്പം തന്നെ നടന്റെ തിയേറ്റർ സന്ദർശനത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നിട്ടും അതിന് വേണ്ട മുൻകരുതൽ എടുത്തിരുന്നില്ല എന്നതായിരുന്നു ഈ പോലീസിന്റെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഡിസംബർ 4-നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. നടൻ അല്ലു അർജുൻ സിനിമ കാണാൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 39-കാരിയായ രേവതി മരിക്കുന്നത്. ഇവരുടെ മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. 9ഉം 7ഉം വയസ്സുള്ള മക്കളെയും കൊണ്ടാണ് രേവതിയും ഭർത്താവും തിയേറ്ററിൽ എത്തിയത്. അതോടൊപ്പം തന്നെ നടൻ അല്ലു അർജുൻ രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലും ഇരിക്കുകയാണ്. കേസ് റദ്ദാക്കണം എന്നായിരുന്നു അല്ലു അർജുന്റെ ആവശ്യം. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അല്ലു അർജുനെ വസതിയിൽ നിന്ന് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ
കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അല്ലു അർജുനെ പോലീസ് പ്രതി ചേർത്തിരുന്നു. ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാ തരത്തിലുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷബ്ന, ഈ FIR റദ്ദാക്കണം, ഇതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പങ്കുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലു അർജുൻ നേരത്തെ തന്നെ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനി അല്ലു അർജുന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ കോടതിയിൽ ഏതായാലും ഈ കേസ് നിലനിൽക്കുന്നു. അത് FIR റദ്ദാക്കണം എന്ന ആവശ്യമാണ് അല്ലു അർജുൻ ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പോലീസിന്റെ നീക്കം ഏത് തരത്തിലാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാം. കാരണം ഇപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈദരാബാദ് പോലീസിന്റേതാണ് നടപടി. ഈ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് അല്ലു അർജുനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഈ അല്ലു അർജുനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിയേറ്ററിൽ അപ്രതീക്ഷിതമായി നടൻ നേരിട്ടെത്തിയതോടെ വലിയ തിരക്കുണ്ടായി. ഇതിനിടയിൽപ്പെട്ട് ആന്ധ്ര സ്വദേശിയായ രേവതി മരിച്ചു എന്നതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിയേറ്റർ ഉടമകൾ അടക്കമുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ അല്ലു അർജുനെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും അല്ലു അർജുനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ താൻ തിയേറ്ററിൽ എത്തുന്ന വിവരം മുൻകൂട്ടി തിയേറ്റർ ഉടമയെയും പോലീസിനെയും അറിയിച്ചിരുന്നു എന്നാണ് ഈ തെലങ്കാന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ അല്ലു അർജുൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന വാദവും ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ പോലീസ് ഈ വാദങ്ങൾ കണക്കിലെടുത്ത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലാണോ, അതല്ല ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച് ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനു മുമ്പ് 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്. അത്തരത്തിലൊക്കെ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പുഷ്പ 2 റിലീസിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും തിക്കിലും തിരക്കിലും പെട്ടൊരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് ഹൈദരാബാദ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൗബ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൗബ, പുതിയതായി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആതിര, പുഷ്പ 2ന്റെ റിലീസ് വേളയിൽ ഒരു സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് ടാസ്ക് ഫോഴ്സ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുഷ്പ 2 റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെ ആയിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചത്. തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുൻ ഇന്നലെ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് സ്വാഭാവിക നടപടി എന്ന വണ്ണം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നടൻ അപ്രതീക്ഷിതമായി എത്തിയതായിരുന്നു അന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി വലിയ ഒരു ദുരന്തത്തിന് ഇടയാക്കിയത്. അന്ന് ആന്ധ്ര സ്വദേശിയായ രേവതിയായിരുന്നു മരിച്ചത്. ഇവരുടെ മകൻ ശ്രീതേജയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് 3 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ഉടമയെയും 2 സ്റ്റാഫുകളെയും ഉൾപ്പെടെയാണ് അന്ന് കേസിൽ പ്രതി ചേർത്തിരുന്നത്. ആതിര.